കേരള കോൺഗ്രസ് എമ്മുമായി UDFന്റെ ഒരു നേതാവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത്തരം വാർത്തകളുടെ ഉറവിടം ഞങ്ങൾക്കറിയില്ല. കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരും എന്ന വാർത്ത ഞങ്ങളാരും സൃഷ്ടിച്ചതല്ല. പത്രങ്ങളിൽ വന്നു. പക്ഷെ പത്രക്കാർ ചോദിച്ച എല്ലാ നേതാക്കളും പറഞ്ഞ മറുപടി അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ ഞങ്ങൾ UDFിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടേതായ ഒരു തീരുമാനമെടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഈ വാർത്ത വന്നപ്പോഴുള്ള പരിഭ്രാന്തി കൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ അപ്പം തീരുമാനിക്കുന്നു. KM മാണിയെ ശപിച്ച ആളുകളാണ് പണ്ട്. ഈ 5 കൊല്ലം പൂർത്തിയാകാൻ പോകുന്ന ഭരണകൂടത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച KM മാണിയുടെ സ്മാരകത്തിലുള്ള സ്ഥലം ഞൊടിയിടയിൽ എത്ര പെട്ടെന്നാണ്. അത് എവിടാ? റോഷി അഗസ്റ്റിന്റെ വകുപ്പിലുള്ള വാട്ടർ അതോറിറ്റിക്കകത്ത്. ഇപ്പൊ വേറെ ആരോടും ചോദിക്കണ്ടല്ലോ. വാട്ടർ അതോറിറ്റിക്കകത്ത് ഇതിനു മുമ്പ് സ്ഥലമുണ്ടായിരുന്നില്ലേ? KM മാണിക്കിന് സ്മാരകത്തിന് സ്ഥലം കൊടുക്കാൻ KM മാണി ഗ്രൂപ്പ് LDF ഇടും എന്ന വാർത്ത വരുന്നത് വരെ എന്തുകൊണ്ട് കാത്തിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിപ്പോൾ ഞങ്ങളുടെ കൂടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളവരാണ്, ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾ UDFിൽ ആലോചിച്ച് അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ. ഇതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവിനെക്കുറിച്ച് ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങളുടെയും വാർത്തകളുടെയും ഉള്ള കാര്യത്തിൽ ഞങ്ങൾക്കുള്ള നിലപാട്. ശബരിമല സ്വർണ്ണ കേസിലെ ഇപ്പൊ തന്നെ ജയിലിനകത്ത് കിടക്കുന്നതെല്ലാം മാർക്സിസ്റ്റ് നേതാക്കളാണ്. ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, ചോദ്യം ചെയ്യാൻ പോകുന്നതും മാർക്സിസ്റ്റ് നേതാക്കളാണ്. അപ്പൊ അതിന്റെ ഒരു ജാള്യത മറയ്ക്കാൻ അന്ന് UDFിന്റെ ഭരണകാലത്തുള്ള അംഗങ്ങളെ കൂടെ ചോദ്യം ചെയ്യുന്നു. അവരെ ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം അവരെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. ഈ സ്വർണ്ണപ്പാളി മോഷണത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന ശേഷമല്ലേ അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. ഇപ്പോ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു എന്നെ കേസിൽ കൊടുക്കാൻ നോക്കുന്നു SIT. അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നതാണ്. ഇതിൽ അജയ് തറയിലിനും എന്തെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയുമില്ല. അന്വേഷിച്ചോട്ടെ. അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ അവരന്വേഷിച്ചോട്ടെ. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് പാർട്ടി അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആ പ്രതിരോധം കൂടിക്കൂടി വരുന്നു. മാർക്സിസ്റ്റ് നേതാക്കളെ എല്ലാം ജയിലിൽ അടച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ആരെയും എടുത്തിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, നടപടിയിലേക്ക് പോകുന്നില്ല. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ എല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മാർക്സിസ്റ്റുകാരായതുകൊണ്ട് അവർക്കൊരു ബലിയാടിനെ അവർ തിരക്കി നടക്കുകയാണ്. അജയ് തറയിലല്ല, ഇനി മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ. അതൊക്കെ ആളുകൾ, ഭക്തജനങ്ങൾ ഇതെല്ലാം കാണുന്നവരല്ലേ. അതൊക്കെ വെറും ഈ സ്വന്തം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമുള്ള ചില തന്ത്രങ്ങളാണ്.